എന്തായാലും മൈസെൽഫ് ഇസ്മായിൽ വിലൻ ദയാല വളരെ വണ്ടർഫുള്ളി എന്നെ പരിചയപ്പെടുത്തി മിസ്റ്റർ നവാസ് സാർ നല്ലൊരു കൈയടി കൊടുക്കാം. And I especially thank all of you for your esteemed presence for in this wonderful hall, and the coordinator of this great gathering, Mr. Rafiq sir, നല്ലൊരു കൈയടി കൊടുത്തേ. And also all other കോട്ടും സൂട്ടും ധരിച്ച എല്ലാ ലീഡർമാരെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എന്തായാലും ശരി മൈ ഡിയേഴ്സ്, ഞാൻ ഇന്ന് NTC ആണ്. എന്തുകൊണ്ട് ഇസ്മായിൽ NTC എന്ന് ചോദിച്ചാൽ അത് മൈ ലൈഫ് തന്നെ എന്നോട് കുറെ കാലം മുമ്പ് പറഞ്ഞത്. ഞാൻ കുറച്ച് വൈകി പോയി എന്നാ പറയാ. കാര്യം എന്താ, മൈ ലൈഫിന്റെ ടാഗ് ലൈൻ എന്താണ്? ഇറ്റ് ഈസ് മൈ ലൈഫ്, ഇറ്റ് ഈസ് മൈ സ്റ്റൈൽ അല്ലേ? അതൊന്ന് സ്പീഡ് പറഞ്ഞു നോക്കണേ. നോ പറഞ്ഞു ഞാൻ കുറച്ച് കഴിച്ചതാണ്, മനസ്സിലായോ? ഇസ്മായിലിന്റെ സ്റ്റൈലാണ്, ഇസ്മായിലിന്റെ കമ്പനിയാണ് എന്നോ പറഞ്ഞത്. ഞാൻ കുറച്ച് കഴിച്ചത് അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് അധ്യാപകൻ ആയതുകൊണ്ട് കേട്ടോ, മനസ്സിലാവും. അപ്പൊ അത് കാലങ്ങളായിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് വൈകിയതാണ് കേട്ടോ. കാരണം MI എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്റെ ഫുൾ ഫോം? എന്താ MI ന്റെ ഫുൾ ഫോം എന്താ? എനിക്കറിയില്ല. മെയ്ഡ് ഫോർ ഇസ്മായിൽ. ഞാൻ അങ്ങനെ പഠിച്ചത്, അതുകൊണ്ട് പിന്നെ അതിന്റെ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലം എന്റെ ജന്മം ഫെബ്രുവരി 2-നാണ്, 2010-നാണ്. ചിലപ്പോൾ എനിക്ക് തന്നെ ആവും 2010. അപ്പൊ എല്ലാ നിലക്കും മൈ ലൈഫിൻ്റെതാണ്, അതുകൊണ്ട് NTC ആയത്. ഓക്കെ, എന്തായാലും ശരി. അതങ്ങനെ ദൈവഹിതം പോലെ വന്നതാണ്, തമാശ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇൻഡസ്ട്രിയെ സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയാ, ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. ഇവിടെ എന്നെ വിളിച്ച സമയത്ത് ഗ്രേറ്റ് MC പറഞ്ഞൊരു വാക്ക് പോലെ തന്നെ ഞാൻ ടീച്ചറായിരുന്നു, ട്രെയിനറായിരുന്നു, കോളേജിന്റെ പ്രൊഫസറായിട്ടുണ്ട്. അതേപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പല ഭാഷയിൽ പല ദേശങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വ്യാഴവട്ടക്കാലം പല പ്രൊജക്ടിന്റെയും പാർട്ടായി വർക്കിന്റെ 14 സബ്ജക്റ്റിന്റെ എക്സ്പെർട്ട് ട്രെയിനറായിട്ട് ഇന്ത്യയിൽ പറന്ന് നടന്നിട്ടുണ്ട്. എല്ലാം ശരി. ഈ പ്രൊജക്ട് പറയാൻ വേണ്ടി എന്നെ വിളിച്ച സമയത്ത് ഞങ്ങളെ പോലെ അല്പജ്ഞരാകുന്ന വിദ്യാഭ്യാസം ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ഒന്നും അറിയില്ല, നമ്മളൊക്കെ ജാഹിലികളാണ്. അപ്പോ ഈ അറിയാത്ത ആൾക്കാർക്ക് തോന്നുന്ന സാധനമാണ് എന്ത്, എന്തോ ഭയങ്കര അറിവുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ബിസി 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 എന്ന് പറയും. ആണല്ലേ? ശരിക്ക് അറിവിന്റെ യഥാർത്ഥ ആഴം തനിക്ക് ഒന്നും അറിയില്ല എന്ന് എന്നാണോ ഒരുത്തൻ അറിയുന്നത്, അന്നാണ് യഥാർത്ഥ അറിവ്. സ്വർണം യഥാർത്ഥ അറിവ് അല്ലേ? പക്ഷെ ജനം എന്ന് പറയും, he who knows and knows not, he who knows and knows that he knows is a wise, follow him. He who knows not and knows not, he knows not, is a fool, shun him. He who knows and knows not that he knows he is asleep, awake him. He who knows not and knows that he knows not, he is a student, teach him. അതിന് അറബിയിൽ ഇങ്ങനെ പറയും, റജുലൻ യഅലം വയഅലം വയഅലം അന്നഹു യഅലം വഹുവ ആലിം വറജുലൻ ലാ യഅലം വലാ യഅലം അന്നഹു ലാ യഅലം വഹുവ ജാഹിൽ വറജുലൻ യഅലം വയഅലം അന്നഹു ലാ യഅലം വഹുവ ത്വാലിബ് വറജുലൻ ലാ യഅലം വയഅലം അന്നഹു ലാ യഅലം വഹുവ നായിം. ഇങ്ങനെ പറയും. ഇതിന് ആശയത്തേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് കാര്യം അറിയാം, അതിന്റെ കൂടെ അറിയാം, അയാളെ ബുദ്ധിമാനാണ്, അവരുടെ കൂടെ പോകാം. ഫസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു കാര്യം നമുക്ക് അറിയില്ല, എന്നാ എന്തോ അറിയില്ല എന്നും അറിയില്ല, എന്നാലും പറയും അറിയുന്ന അവനാ പൊട്ടനവന്റെ കൂടെ പോകരുത്. അതാണ് എന്റെ പക്ഷം. പറഞ്ഞാല് നെറ്റ്വർക്കിൽ നമ്മൾ അറിയുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് ആണ് ഇതാണ്. ഈ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ദ പീപ്പിൾ. പ്ലാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയാ, ഞാൻ കേട്ടിക്കണം, എനിക്ക് എല്ലാം അറിയാം. എന്റെ കമ്പനിയിൽ പ്രൊഡക്റ്റ് തൈലം, ഇതിലെ തൈലല്ലേ, ഇതിൽ പേസ്റ്റ് ചെയ്ത് ഇവാണ്ട് എങ്ങനെ സമ്മതിക്കൂല. ഈ രണ്ടാമത്തെ കാറ്റഗറി അത്. സത്യത്തിൽ ഇതെന്താന്ന് അറിയില്ല, അവനക്ക് എന്തൊക്കെയോ അറിയാം, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് മൈ ഡിയേഴ്സ്, ഞാൻ ആദ്യം തന്നെ എന്റെ സംസാരം തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, വാട്ട് ഐ സേ ഈസ് നോട്ട് മിയർലി വാട്ട് ഐ സേ. വാട്ട് യു ലിസൺ ഫ്രം മീ ഈസ് നോട്ട് വാട്ട് ഐ സേ. What you understand from my what I say is not what I say. So actually what I say, ഞാൻ എന്താ പറഞ്ഞത്? So what I wish to say is what I say, and what I would like to make you understand from what I say is what I say. Even though if it is not what I say, then that's all what I say. മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾ കേൾക്കുന്നതുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കിയതുമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായിക്കണോ? എനിക്കാണ് മനസ്സിലായില്ല. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഇവിടെ കയറി വരുന്ന ലീഡർമാരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മൾ തുലാസായിട്ട് പോകും. അതിനാണ് ഇത് പറഞ്ഞത്. ആദ്യം ഞാൻ അങ്ങനെ പോയെന്നാണ്. ഫസ്റ്റ് മീറ്റിംഗിൽ എന്നെ Ravi Sarum and a great once again I really just not but to not mention സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സ്പോൺസറും എൻ്റെ മെൻറ്ററും എൻ്റെ റിയൽ സക്സസ്
എന്റെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ആയിരിക്കുന്ന ഗ്രേറ്റ് എന്റെ സ്പോൺസർ ഗ്രേറ്റ് ഷുഹൈബ് സാർ ചെറുമുക്ക് RTC, നല്ലൊരു കൈഡി കൊടുക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇൻഡസ്ട്രി കേൾക്കാൻ വേണ്ടി പോയൊരു സീൻ ഉണ്ട്. ആദ്യം കുറെ നോ പറഞ്ഞു. നോ അല്ല, എന്താ പറയാ, തിരക്കാണ്, ബിസിയാണ്. സാർ ഞാൻ ഒന്ന് മുംബൈയിൽ ഒരു ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, എന്നാ സാർ കേരളത്തിലെത്തി അറിയിക്കണം. ഓക്കെ, മുംബൈയിൽ നിന്ന് വന്നാൽ സാറേ ഞാൻ പെട്ടെന്ന് അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ എന്നും ഫ്രീ. അങ്ങനെ നമ്മൾ പായാണ്, ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവും. എന്നാലും ഇത് തന്നെ പറയും, നമ്മൾ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണല്ലോ. നാട്ടെ എന്റെ വൈഫ് പറഞ്ഞില്ലേ കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. അത് ഉപകരിപ്പ് കണ്ടറിഞ്ഞു പറഞ്ഞതാണ്. എന്തായാലും പോകുമ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടോ അറിയില്ല, പ്രോസ്റ്റ് ആവും ചിലപ്പോൾ. തമാശ അവളൊക്കെ നല്ല സപ്പോർട്ടാണ്. സോ സീരിയസ്ലി ഞാൻ സപ്പോർട്ട് തെളിവ് എന്താണ്, അവള് എന്താ പറയാ മുല കൊടുക്കുന്ന കുട്ടിയെ കടത്തിയിട്ടാണ് ഇത്രയും മണിക്കൂറോളം രാവിലെ തൊട്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തി. നല്ലൊരു കൈഡി ഉണ്ട്. ഇതിന്റെ ഡെഡിക്കേഷൻ ആണ് പറഞ്ഞത്, ഫാമിലികളോടുള്ള പറച്ചിലാണ്. സോ ഞാൻ സീരിയസ്ലി നിങ്ങളോട് പറയുന്നത്, അവിടെ ഞാനിങ്ങനെ ഹാളില് ഷുഹൈബ് സാറെ വീട്ടിലിരിക്കുന്ന സമയത്ത് നേരത്തെ വൈഫ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര ചോദ്യകർത്താവായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇന്ന് RTCയും NTCയും അതുപോലുള്ള റാങ്ക് ഒക്കെ വന്നപ്പോഴാണ് അന്നത്തെ ചോദിച്ച ചോദ്യം പൊട്ടത്തരാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് മനസ്സിലായില്ല. അന്ന് ഞാൻ ഭയങ്കര സംഭവിച്ചു. ഞാൻ മോട്ടിവേഷണൽ സ്പീക്കർ അല്ലേ. അന്ന് ഞാൻ ചോദിച്ചു കൃഷ്ണന്റെ കമ്പനിയുടെ MDയുടെ പേര്, അദ്ദേഹത്തിന്റെ ആധാർ കാർഡ്, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു പോയിരുന്നത്. അന്ന് ആ ഫസ്റ്റ് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ റഫീഖ് സാർ പോലെയുള്ള ആൾക്കാരാണ് പിന്നെ ഹാളിൽ വരുന്നത്. അതായത് ഒരു വീട്ടിൽ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കണം സോഫയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്റെ ലീഡറോട് ഷുഹൈബ് സാറുടെ ശരിക്കും കമ്പനിയുടെ MD ചെയർമാൻ അവരുടേതായിരിക്കുന്ന പ്രൊഫൈൽ ചെക്ക് ചെയ്യണം പറയുന്നു പറഞ്ഞു. അപ്പോൾ ഷുഹൈബ് സാറോട് ഇത് ഇത്രയും കാലം ചോദിച്ചത് എല്ലാവരും ഇൻകം പ്ലാനാണ് ചോദിച്ചത്. അപ്പൊ ഒരാൾക്ക് വിളിച്ചു. അപ്പോൾ ഒരു 4ാം ക്ലാസ് വരെ പറഞ്ഞു മിസ്റ്റർ അൽത്താഫ്. അയാൾ പറഞ്ഞു ഇയാൾ വേറെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചോദിച്ചത്, ഇയാൾ കമ്പനിയുടെ MDയുടെ കുടുംബത്തിനെ പറ്റിയാണ്. അപ്പൊ അവിടെ ചർച്ച എന്താണ്, ഞാൻ പെണ്ണാലോചിക്കാൻ വന്നതാണ്. പിന്നെ ഇതിന് ഉത്തരം കിട്ടാൻ വന്നത് റഫീഖ് സാർ വിളിച്ചു. റഫീഖ് സാർ വന്നു, എന്താണ് MDയുടെ പണ്ടാരൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞു സാർ അവര് ആർക്കെങ്കിലും അന്വേഷിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇന്ന് കുറെ ബിസിനസ് ചെയ്തു വന്നപ്പോഴാണ് അവര് പറയാണ് MDയുടെ പേര് പ്രവീൺ ചന്ദ് എന്ന് പറഞ്ഞു, ചന്ദ്രൻ എന്ന് പറഞ്ഞു, ഗോപാൽ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ ആരെങ്കിലും അറിയോ? ഞാൻ വെറുതെ അല്ല വീട്ടിൽ ആണോ അല്ലേ. അയാൾ പറയാണ് ഇദ്ദേഹത്തിന്റെ പേര് മൂസ പിടിക്കോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ താങ്ക് യുന്റെ പേരോട് ഇക്കാര്യത്തിലുള്ള ആണോ അല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് വിവരത്തിന്റെ അപ്പുറത്തേക്കുള്ള വിവരമാണ് തിരിച്ചറിവ് എന്ന് പഠിപ്പിച്ച കമ്പനിയുടെ പേരാണ് MI. ഏതാണ് ആ തിരിച്ചറിവ്? ആ തിരിച്ചറിവ് ഒന്നാണ്, ജോലി എടുക്കുന്നവൻ കൊടുക്കുന്നവൻ. ഇവിടെ ലോകത്ത് ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്നവൻ ആരാണ്? എടുക്കുന്നവനാണോ കൊടുക്കുന്നവനാണോ? ആരാണ്? ഓക്കെ, ഈ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നതിന് മുമ്പ് ജോലി കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട്? മൈ ലൈഫ് സ്റ്റൈലിനെ മാറ്റി നിർത്തിയിട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കരക്കരുതാത്തത്. മനസ്സിലായി? മൈ ലൈഫിൽ വന്നതിന്റെ ശേഷം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ആൾക്കാർ കൈ നോക്കിക്കാണ്. ആർക്കൊക്കെ പ്ലാൻ കൊടുക്കുന്നു അതൊക്കെ ജോലി കൊടുക്കാണ്, ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്. സോ യു ആർ ദ മില്ലേനിയർ. നിങ്ങളാണ് യഥാർത്ഥ കോടീശ്വരന്മാർ. സോ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സുഖകരമായ AC കമ്പാർട്ട്മെന്റ് സാധനമൊന്നും ഇല്ലായിരുന്നു. ഞാനന്ന് വർക്ക് ചെയ്യുന്ന കോഴിക്കോട് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഇൻഡസ്ട്രി കോച്ചിങ് സെന്ററിലെ ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുപോലെ പല വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പല പൊസിഷനിലുള്ളതുപോലെ ഇരിക്കുന്ന സമയത്താണ് ഇതിൽ ഒപ്പുചേർക്കുന്നത്. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു കാലിക്കറ്റ് BOPയിലേക്ക് ഞങ്ങൾ ചെത്തല്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ മൈക്കിൽ പല ആൾക്കാരും പല രസകരമായ ഡയലോഗൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഒപ്പരിക്കുന്ന ലീഡർമാര് റഫീഖ് സാറ്, സാറ് പല ലീഡർമാരുണ്ടാവും. ഞാൻ തുലാസൈറ്റാ പോലെ. തുലാസൈറ്റ് എങ്ങനെ പോലെ എന്ത് MC ആണ് അത്. ആ മൈക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നിന്നാൽ തന്നെ പറയുന്നത് അവന്നത്തെ ഐസ്ക്രീം തിന്നാണോ. ഞാൻ പല കോമ്പടിയുണ്ട്. കാരണം നമ്മൾ തുലാസൈറ്റല്ലോ കൊണ്ടത്. ചില ആൾക്കാരെ കാണുന്നതിലൊക്കെ കറകറാന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ കൈയടിക്കണം. ഒപ്പന ഫോട്ടാണ്, പിരാന്താണ് എല്ലാവർക്കും. പല ചോദ്യമാണ്. ലാസ്റ്റ് നിങ്ങളുടെ ലീഡർമാർ പറഞ്ഞു ഇസ്മായിൽ സാറേ അവരിപ്പോ കാഴ്ചയിൽ 2 ലക്ഷം അത് ഇല്ലാത്തോണ്ട് അങ്ങനെ ഇവിടെ ഇരുന്നത് അത് മനസ്സിലാക്കി. അതിനനുസരിച്ച് ഞാൻ പിന്നെ സംശയം ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആ സംശയം ഫുള്ള് തീർന്നു. മനസ്സിലാക്കാം. ഇവര് മൈക്ക പിടിച്ചത് എങ്ങനെ ആയിക്കോട്ടെ, പറഞ്ഞത് തെറ്റിക്കോട്ടെ, ഇട്ട ഡ്രസ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞ സ്പെല്ലിങ് തെറ്റിക്കോട്ടെ. പണ്ട് വാട്സപ്പിൽ ആരോ ഒരു ഫോട്ടോ ഇട്ടിരുന്നു അല്ലെ, ഐ ആം ഗോയിങ് ടു പർച്ചേസ് റോൾസ് റോയ്സ്. അപ്പൊ ഇതിന്റെ താഴത്തൊരു പരസ്യം ഉണ്ടായിരുന്നു, റോൾസ് റോയ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, 2 L ഉണ്ട്, 1 L ഇല്ല. മറ്റോ പറഞ്ഞ മറുപടി എന്താണ്, പോസ്റ്റ് ചെയ്തോ പറഞ്ഞത് ഇത് സ്പെല്ലിംഗ് നോക്കിയോ ഞാൻ അത് വാങ്ങിക്കാണ്ട് വരാം. ഇതാണ് ജീവിതം. സ്വർണം. ഈ പഠിപ്പുള്ളവൻ തോന്നണോന്ന് എന്ത് ചെയ്യും, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വെറുതെ സൈക്കിൾ എടുത്ത് കൂടിക്കും. നേരെ മറിച്ച് തലച്ചോറിലെ തിരിച്ചറിവ് വർക്ക് ചെയ്തിട്ട് 4 ഉറുപ്പ്യ ഉണ്ടാക്കുന്നത്. ആരെയും. സോ നമ്മൾ നമ്മുടെ കഥയിലേക്ക് പോകാം. അങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. വൈഫ് പറഞ്ഞ പോലെ തന്നെ നാട്ടിലൊക്കെ തെറ്റില്ലാത്ത നല്ല ഒരു പ്രൊഫൈൽ, അതായത് ഏത് കമ്മിറ്റി രൂപീകരിച്ചാലും ഒന്നെങ്കിൽ സെക്രട്ടറി ഞാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്, ആ ലെവലിലായിരുന്നു. എന്ന് മാത്രമല്ല നാട്ടിലെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഫുട്ബോളിന്റെ ക്യാപ്റ്റനാണ്, ക്രിക്കറ്റിലും ഉണ്ട് അതിൻ്റെതായ സാധനം. എല്ലാ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ എന്ത് പൗരസമിതിയിലും മെയിൻ ചാർട്ടിൽ നമ്മളുണ്ട്. ആ നിൽക്കുന്ന സ്ഥലത്താണ്
എല്ലാ നിലക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ബഹുവന്യ അധ്യാപകൻ. ആ സാധനമാണ് പെണ്ണൊക്കെ കെട്ടിയിട്ട് അധ്യാപകനായിരുന്നു. മാത്രമല്ല ഒരു ട്രെയിനർ കൂടിയായപ്പോ എന്റെ അമ്മോഷനും ബന്ധുമിത്രാദികൾ, അവരുടെ വൈഫ്, കുടുംബത്തിനൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. എന്താണ് ജസ്ലിന്റെ ഹസ്ബൻഡ് അവിടെ ഡൽഹിയിലാണ് ക്ലാസ് എടുക്കുന്നത്, നാളെ ഗുജറാത്തിൽ എടുക്കുവല്ല, അതായത് അതിന്റെ നടുക്കാണ് ഞാൻ സോപ്പും പേസ്റ്റ് പൊളിപ്പോയില്ലേ. അവിടെ അവളാ ഫുള്ള് കഥ പറഞ്ഞില്ലേ, അവളെ കൊണ്ട് മൈക്ക് ഒഴിഞ്ഞ് എന്നെ വിളിച്ചാൽ അവളെ വിളിച്ചോണ്ടി എന്നും ബാക്കിയുള്ളത്. അന്ന് അവരുടെ ഒരു ഫാമിലി കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ഫിത്നകളും നടക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിന് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് പെണ്ണുങ്ങൾ ഫിത്നല്ല പറഞ്ഞത്. ഇവർക്ക് പണി വേറെ പ്രത്യേകിച്ച് പണില്ല. അവനാന്റെ കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ നല്ല കുടുംബത്തിലെ ആൾക്കാരെ പച്ചർത്തി തിന്നലാണ് ഇതിന്റെ മെയിൻ. അന്ന് മെയിൻ കഥാപാത്രം ഞാനായിരുന്നു. എന്ത് എന്താന്നറിയില്ല, അതിന് പിരി ഇളകിയതാണോന്നറിയില്ല. ചിലരങ്ങനെ ഒരാൾ പറഞ്ഞ് പഠിച്ചു മറിഞ്ഞതാവും, അങ്ങനെ ചിലർ ഓരോരുത്തരോരോന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരെ കുടുംബത്തിൽ പ്രശ്നം വരണ്ട. ഇവിടെ കെട്ടിയോളൂ ആ കഞ്ഞി നോക്കി പറഞ്ഞ സത്യം അല്ലേ, അമ്മ അമ്മയുടെ വിട്ട് നിർത്തിയില്ലത്. ഞങ്ങളുടെ സത്യമാണ് പറഞ്ഞത്, തമാസല്ല. അവര് മെയിൻ പണി ഇന്ന തിന്നല്. ലാസ്റ്റ് വാട്സപ്പിലെ വോയിസ് നോട്ട് ലീക്കായി. ആ ലീക്കായ വോയിസ് നോട്ട് ഫുൾ എന്താണ്, ഓളെ ജീവിതം ഇനി കണ്ടവരുണ്ടാവില്ല. അയമാരി അവനെ കഥ ആകെ പൊരിക്കുന്നത്. അവന് എത്ര നല്ല കുടുംബം വിചാരിച്ച് അവള് കെട്ടിച്ചു കൊടുത്ത് ആന തോട്ടി മാങ്ങപ്പ ആകെ തീർന്നെന്ന്. പക്ഷെ ഇന്ന് അതേ കുടുംബം ഗ്യാരണ്ടി ചെയ്യും, അവിടെ മൊത്തം 19ഓളം പേരമക്കളിലും മരുമക്കളിലും നമ്പർ 1 നിൽക്കുന്ന ഞങ്ങളെ ഫാമിലിയാണ്. കാരണം എന്താണ്, ദ റിയൽ റിവഞ്ച് ഈസ് ദ സ്വീറ്റ് റിവഞ്ച് ആണ് നമ്മുടെ റിയൽ സക്സസ്. ആണോ അല്ലേ? ദ മാസീവ് സക്സസ് ഈസ് ദ സ്വീറ്റ് റിവഞ്ച് എന്ന് പറയാറുണ്ട്. മധുര പ്രതികാരം ഏതാണ്? നല്ല ഗംഭീരമായ ജയമാണ്. ആണോ അല്ലേ? അതുകൊണ്ട് എതിർക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും നിങ്ങൾ ശല്യപ്പെടുത്തരുത്. അവരെ ദൈവം നമ്മളെ എത്തിക്ക് വിട്ടത് എന്തിനാണ്? നമ്മളിങ്ങനെ തിരിച്ച് സെറ്റാക്കാനാണ്. അവരെ എതിർക്കരുത്. കാരണം എന്താ, പച്ചവെള്ളത്തിൽ ചായപ്പൊടി ഇട്ടാൽ ചായ ആവില്ല, ആവോ? അതെന്താക്കണം, അടിയിൽ ചൂടാക്കണം. ചൂടാക്കി ഇങ്ങനെ തിളക്കണം. തിളക്കുമ്പോ പൊടിയും നല്ല കാപ്പിപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആണോ അല്ലേ? ഇതേപോലെ നമ്മൾ ഒരു ചായപാത്ര ഇത് ഒരാളെ ചൂടാക്കാൻ തയ്യാറുന്ന വേണം, എന്നാലേ ഇതിലെ ആ കളറുള്ള രസം ഉണ്ടാവുള്ളൂ. രസമാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വന്നാലും നോ പെയിൻ നോ ഗെയിൻ, ഒരിക്കലും തോൽക്കില്ല. നിങ്ങൾ ഒരു നാൾ ജയിക്കുന്നുണ്ടാകും. വെയിറ്റ് ഫോർ ദാറ്റ്. അതിനുവേണ്ടി ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ 3 വർഷത്തോളം ഞങ്ങൾ എന്താ പറയാ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ പാർട്ട് ടൈം ആയി ചെയ്ത സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ ഈ വലിയ പറഞ്ഞു, നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ വരുമ്പോഴും ആദ്യം ഒരു തിരിച്ചറിവായിരിക്കണം. ഒപ്പ് ചാർത്തിയത് ബൈ ചാൻസ് ആയിരിക്കും, പക്ഷെ ബിസിനസ് തുടങ്ങുന്നത് ബൈ ചോയ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാല് ഒപ്പ് ചാർത്തിയത് ബൈ ചാൻസ് ആണ്, പക്ഷെ ബിസിനസ് തുടങ്ങേണ്ടത് എന്താ പറഞ്ഞാല് ഒപ്പ് ചാർത്തിയത് പണ്ടാരക്കാരന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒപ്പിട്ടതോ നിർത്താതിരിക്കാരോ അല്ലേ? ചിലപ്പോ നമുക്കും വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടാവും, അങ്ങനെയും ഒപ്പിട്ട ആളുണ്ടാവും. ആണോ അല്ലേ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്. എന്ത് ഒപ്പ്, ഈ കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒപ്പിട്ടാലേ അവൻ മറ്റേ ഒപ്പിട്ടരുള്ളൂ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടാവും. പക്ഷേ ബൈ ചോയ്സ് എന്ന് പറഞ്ഞാല് ദൈവം നമ്മളെ കയ്യിലേക്ക് എത്തിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മോട് ചോദിക്കണം, അല്ല ഞാൻ ഈ ബിസിനസ് എന്തിനു ചെയ്യണം? വൈ ഡു ഐ ഡു ദിസ് ബിസിനസ്? ഞാൻ ഈ ബിസിനസ് എന്തിനാ ചെയ്യേണ്ടത്? ലോകത്ത് ഓരോരുത്തരും ഓരോന്നിനും വന്നു, ഓരോ കാര്യം ചെയ്തു. ഞാൻ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ E=mc² വേണ്ടി മിസ്റ്റർ ഐൻസ്റ്റീൻ വന്നു, ഫേസ്ബുക്കിന് വേണ്ടി സുക്കർബർഗ് വന്നു, ലുലു മാളിന്റെ ലോകം തീർക്കാൻ MA യൂസുഫ് അലി വന്നു, KR ബേക്കറി എന്ന ലോകം തീർക്കാൻ ബാലേട്ടൻ വന്നു, അല്ലേ? മലബാർ ഗോൾഡ് തീർക്കാൻ മുഹമ്മദ് വന്നു. അങ്ങനെ ലോകത്ത് ഓരോരുത്തരും വന്ന് ഓന്റെ പഴയ നീ എന്തിനു വന്നു? ഇതിന് മറുപടി കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ആവും. നിങ്ങൾ എന്തിനു വന്നു? Why are you here in this world? നിങ്ങൾ ഈ ലോകത്ത് എന്തിനാണ്? ആ പർപ്പസിനെ ശരിക്കും ആരാണോ പഠിക്കുന്നത് അതിന്റെ ഉത്തരം കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ആണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ഇന്റർനാഷണൽ ലൈഫിനാവാനാവാം, അതല്ലെങ്കിൽ ദ ഫസ്റ്റ് മില്ലേനിയം യുവർ ഫാമിലി, കുടുംബത്തിൽ ആദ്യത്തെ കോടീശ്വരനാവാം, അതല്ലെങ്കിൽ ജനലക്ഷങ്ങൾക്ക് സേവനം ചെയ്ത മോസ്റ്റ് സർവീസ് മൈൻഡ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആവാം, അതല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തും ലോകത്ത് വിധാനിച്ച ഒരു ദിവ്യ ജന്മം കിട്ടപ്പെട്ട ഒരു ഗിഫ്റ്റഡ് ലൈഫുള്ള ദ ഇവാഞ്ചലിസ്റ്റ് ഓഫ് ദി വെൽനെസിന്റെ സുവിശേഷ പ്രബോധകനാവാം. വാട്ട് എവർ യു ലൈക്ക്, എന്താവട്ടെ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെയോ ആഗ്രഹത്തിന്റെയോ വിജയത്തിന്റെയോ ഏത് വരി എഴുതിയാലും ഒരു കമ്പനിക്ക് ഉത്തരം നൽകാൻ പറ്റൂ. ദാറ്റ് ഈസ് MI ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാണ്. ഇതിനകത്ത് എന്തുണ്ട് സ്വർണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്? ഈ ഇരിക്കുന്ന ആൾക്കാരുടെ എനിക്കതാ പറയുന്നത്. ഇവിടെ വന്ന ലീഡർമാർ ഓരോരുത്തരും അവനാൻ അനുഭവം പറഞ്ഞ സമയത്ത് ഒരു പക്ഷെ ആ അനുഭവം നിങ്ങൾക്ക് വേണ്ടതായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് അയാൾ പറയാത്താണ് അടുത്ത GTS പോയി അവിടുന്ന് കിട്ടിക്കോളൂ. മനസ്സിലായോ? ഞാൻ ഇവിടെ തന്നെ വരുള്ളൂ, ഇവിടെ തന്നെ കിട്ടണം എന്ന് അറിയാൻ പറ്റില്ല. GTS ഒന്ന് മാറ്റി പിടിച്ചാൽ മതി.
അതാണ് എന്റെ വൈഫ് പറഞ്ഞത്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെതാവരുത്, അത് നാഷണലിന്റെ തന്നെ ആവണം. അതിൻ്റെ ഒരു വാശിയായിരുന്നു. അതുകൊണ്ട് ഞാൻ STC തൊട്ടാൻ അതിന് മുന്നേ തന്നെ ഉണ്ട് എന്റെ ഓൾ ഇന്ത്യയിലെ ട്രെയിനിങ് പരിചയം വെച്ച് ഞാൻ ഇന്ത്യക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയട്ടെ, ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പല റിസ്ക് കൊടുത്ത് നിന്നിട്ടുണ്ട്. ഞാൻ ഒന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഒരു എനർജി ഈ ഭൂമിയിൽ ഇട്ടാൽ അത് വില നൽകാതെ, മൂല്യം നൽകാതെ തിരിച്ചു പോകില്ല. ആ എനർജി നിങ്ങൾ അമേരിക്കയിൽ ഇട്ടാലും നിങ്ങൾക്ക് ആഫ്രിക്കയിൽ നിന്ന് റിസൾട്ട് വന്നോളൂ. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ എനർജി ഇട്ടുകഴിഞ്ഞ അതിന്റെ റിട്ടേൺ തന്നെ ദൈവത്തിന് ഉത്തരവാദിത്തം ആണോ അല്ലേ? സോ എന്താണെങ്കിലും ശരി, നിങ്ങൾ കൊണ്ട വെയിലും നിങ്ങൾ കൊണ്ട മഴത്തുള്ളിയും നാളെ നിങ്ങളുടെ ഓരോ സക്സസിന്റെ പൊന്തൂവലായി വരിക തന്നെ ചെയ്യും. അതിന്റെ കാത്തിരിക്കണം. നമ്മുടെ പ്രശ്നം എന്താണ്? കാത്തിരിപ്പ് ഭയങ്കര പ്രയാസം. അന്നദാനം കൊടുക്കുന്ന കൗണ്ടറിന്റെ മുമ്പിൽ നമ്മൾ വരും, ഇങ്ങനെ ഉന്തി തള്ളി എത്താൻ നേരത്തെ പറയും, ഞാൻ നിർത്തിയ എന്നെ കൊണ്ട് പോയ 3 കൊല്ലായി, ഇപ്പം പോകും. അപ്പൊ മറ്റൊരു അതിന്റെ സാധനം കിട്ടിയിട്ടുണ്ടാവും. ഏത് അന്നദാനത്തിന്റെ അവിടെ ആ സാധനം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വളരെ എനിക്കൊക്കെ കിട്ടി, എനിക്ക് കിട്ടിയ ഞാൻ ഒന്നുകൂടെ തൽക്കെന്ന് വരിക്കട്ടെ, വീണ്ടും വരും ആണല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ വന്നിക്കാണ്ട് DTC ആകുമ്പോ വീണ്ടും നിർത്തും, പറയും നടക്കില്ല. ഈ പഹൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? ആ കൗണ്ടറിന്റെ മുമ്പിൽ എത്തും വരെ, ജയിക്കും വരെ യു മസ്റ്റ് ടേക്ക് ദ പ്ലേ. ജയിക്കും വരെ കളിക്കണം അല്ലേ? പ്ലേ ടു വിൻ. ജയിക്കാൻ വരെ നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് കളിക്കേണ്ടത്, അല്ലാതെ വെറുതെ നോക്കി നിൽക്കാൻ വേണ്ടി സമയം കളയാൻ വേണ്ടി കളിക്കരുത്. അവസാനം വരെ കളിക്കണം, എൻഡ് വരെ കളിക്കണം. ഏത് സമയത്താണ് നമ്മളുടെ ബെസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തില് ഇത് ബൈ ചോയ്സ് ആയിട്ട് ആദ്യം ഏറ്റെടുക്കുക. ഞാൻ അങ്ങനെ ഏറ്റെടുക്കും. ഒരുപാട് പരിഹാസങ്ങൾ വരും, പരിഹാസം വരണം. കാര്യം എന്താ? നമ്മളെ പോലത്തെ ചില ആൾക്കാർ മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് വേണ്ടി വരും? ദൈവം അതിന് പറ്റിയ ആൾക്കാരെ നിയോഗിക്കും. അതിന് കുറച്ച് ആൾക്കാരെ നിയോഗിക്കണമെന്നേ, എന്നാലേ നമ്മൾ സെറ്റ് ആവൂ. ഇല്ലെങ്കിൽ നമ്മൾ പാതി വൈരിട്ടേച്ച് പോകും. മോട്ടിവേഷൻ കൊണ്ട് മാത്രം നമ്മൾ എന്താവില്ല, മുന്നോട്ട് ഇറങ്ങി പോകില്ല. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം പരിഹാസം അല്ലെ? ഒരുപാട് മോട്ടിവേഷനേക്കാൾ നല്ലത് ഒരാൾ മോത്തോക്കിട്ട് പറഞ്ഞാൽ മതി, അന്നെ കൊണ്ടൊന്നും അത് പറഞ്ഞിട്ടില്ല, എന്റെ ഫാമിലിക്കൊന്നും അത് വകയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ അല്ലേ? അങ്ങനെ കിട്ടിയ ആൾക്കാരറിയാം, അവരിതിന്റെ ആക്ഷൻ കണ്ടയാടുന്നുള്ളൂ. ഒരു സംശയത്തിന് കരുതണ്ട, കാരണം അവരുടെ ബെസ്റ്റ് മോട്ടിവേഷൻ അതാണ്. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി നിങ്ങളോട് പറയണത്, എന്തൊക്കെ എതിർപ്പ് വന്നാലും നിങ്ങൾ ആദ്യം ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങളുടെ മെന്റർ എടുത്ത് പോയി നിൽക്കും, നിങ്ങളെ ലീഡർ പോയി നിൽക്കും, എന്നിട്ട് പഠിക്കും, മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ റെഡി ടു ചേഞ്ച്. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ചേഞ്ച് ആവാൻ റെഡി ആവാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആവണം, ഓർഡിനറി ആയാൽ മതിയോ? ഏതാ വേണ്ടത്? എക്സ്ട്രാ എന്താ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി നമ്മളെ വ്യത്യാസം? ഓർഡിനറി ഇതുവരെയുള്ള ഓടി 4 ജീവിതമാണ് ഇത്. അല്ല അതല്ലേ ഓർഡിനറി? ഓർഡിനറി ഫുള്ളായിട്ടൊന്നും അറിയില്ല അല്ലേ? നമ്മളൊക്കെ ഓരോ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്താ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാല്? എന്താ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ്? എന്താ അതിന്റെ ഫുൾ ഫോം എന്താ? എന്ത് തുടങ്ങിയാലും നടുവിലേക്ക് നിർത്തണവനാണ് ആര്? മിഡിൽ ക്ലാസ്. പരിപ്പണി തുടങ്ങിയാലും പൗതിച്ച് നിർത്തും. എന്ത് സാധനം തുടങ്ങിയാലും അത് എടുക്കാനും പൗതിച്ച് നിർത്തും. അവന്റെ പേരെന്താണ്? മിഡിൽ ക്ലാസ്. ഫണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാവില്ല, എന്തായാലും നടുവിലേക്ക് നിർത്തിയാൽ മിഡിൽ ക്ലാസ്. സോ ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ ഓടി 4 നമുക്ക് എന്ത് വേണം? എക്സ്ട്രാ ഓർഡിനറി ആവണം. സോ ഈ ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറി തമ്മിൽ ഒരേ ഒരു വാക്കാണ് ഡിഫറൻസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്ട്രാ. യെസ് ഓർ നോ? സോ എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എക്സ്ട്രാ? അത് കണ്ടെത്താതെ ഈ ബിസിനസ് ആണ് നീങ്ങൂല. നിങ്ങൾ തുടങ്ങിയ എക്സ്ട്രാ എന്താണ്? ഡു യു സ്റ്റാർട്ട് റീഡിംഗ് ബുക്സ്? ദാറ്റ് ഈസ് വൺ എക്സ്ട്രാ. നിങ്ങൾ പുതിയ, നിങ്ങളെ പോസിറ്റീവ് ആക്കി നിർത്തുന്ന ഒരു കല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇറ്റ്സ് സംതിങ് എക്സ്ട്രാ. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആണ് ആവേണ്ടതെങ്കിൽ നിങ്ങളെ കർമ്മത്തിൽ എക്സ്ട്രാ വേണം, നിങ്ങളെ മർമ്മത്തിൽ എക്സ്ട്രാ വേണം, വിവരത്തിൽ എക്സ്ട്രാ വേണം, പേഴ്സണാലിറ്റിയിൽ എക്സ്ട്രാ വേണം, ഹാബിറ്റിൽ എക്സ്ട്രാ വേണം, ചിന്തയിൽ എക്സ്ട്രാ വേണം, ബന്ധത്തിൽ എക്സ്ട്രാ വേണം, കർമ്മത്തിൽ എക്സ്ട്രാ വേണം. സ്വർണ്ണോ പറഞ്ഞാൽ തീരൂല. ഞങ്ങൾ മോട്ടിവേഷൻ നേരം വരെ പറയുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ ഉണ്ട്? സോ എക്സ്ട്രന്റെ എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടിന്റെ വണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിരുന്ന കൈയാണ്. സ്വകാര്യ ചോദിച്ചോ. എക്സ്ട്രന്റെ എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടിന്റെ എണ്ണത്തിൽ ഒന്നാണ് ഏത്? പുസ്തക വായന. ആ പുസ്തക വായന വണ്ണം കൂട്ടൽ ഏതാണ്? ആ പുസ്തകം വായിച്ചാൽ അടുത്ത പുസ്തകം വായിക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായോ? ഏകദേശം തിരിഞ്ഞോ? അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആയി മാറും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എക്സ്ട്രാ കൂട്ടണം. നിങ്ങളുടെ ടീമിന്റെ സൈസ് എക്സ്ട്രാ ആവണം അല്ലെ? 1 ലിറ്ററിന്റെ ബോട്ടിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അത് 2 ലിറ്റർ നടക്കാൻ ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്താണ്? കുട്ടി ഇതാക്കുക. നമ്മളങ്ങനല്ല.
ദാരിദ്ര്യം പിടിച്ച മനസ്സേറ്റ് വന്നുകൊണ്ട് 2 ലക്ഷത്തിന്റെ പ്ലാൻ എന്തിനാ കേട്ട് സമയം കളയുന്നത്? ആദ്യം മനസ്സ് വലുതാക്ക്, എന്നാ 2 ലക്ഷത്തിൽ പോയാൽ എനിക്ക് മനസ്സിലാവും. വിശ്വാസോ അവിടെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസമല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. നമ്പർ 1 പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക് അല്ലേ? ഈ ഭൂമുഖത്തിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നാണ് അല്ലെ? വെള്ളം എവിടുന്നാ അല്ലെ? വെള്ളത്തിൽ നിന്നല്ലേ ജലത്തിന്റെ നമ്മുടെ ജീവന്റെ തുടിപ്പ് വരുന്നത് എവിടുന്ന? ജലത്തിൽ നിന്നാണ്. സോ നമുക്കറിയാം വെള്ളം എവിടുന്ന? ഭൂമിന്റെ അടിയിൽ നിന്ന്. പെട്രോൾ ഡീസൽ പോലുള്ള പല സാധനം കുഴിച്ചെടുക്കുന്നത് എവിടുന്ന് അല്ലെ? ഡയമണ്ടുകളും അതുപോലെ തന്നെ ഭൂമിയിലെ ഗോൾഡും സാധനമൊക്കെ വരുന്നത് എവിടുന്ന്? സസ്യലതാദികൾ ഉഗ്ന ഇന്ത്യയൊക്കെ വരുന്നുണ്ട്. അത് മുളച്ചു പൊട്ടി വരുന്നത് എവിടുന്നാണ്? ഭൂമിയിൽ നിന്നാണ്. നമ്മൾ കാണുന്ന സാധനം ഫുള്ള് വരുന്നത് എവിടുന്നാണ്? ഭൂമി എവിടെ ഉള്ളത്? എവിടെ ഭൂമി? എവിടെ ഭൂമി? സഭി ലോക പാവൊക്കെ നീച്ചെ എല്ലാരും കാലിന്റെ അടിയിലാണ്. ഈ ലോകത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും മനുഷ്യന്റെ കാലിന്റെ താഴത്ത് നിർത്തിയിട്ട ദൈവം നിന്നെ വിട്ടത്. ചിന്തിക്കാൻ പറ്റില്ല. ലോകത്ത് എന്തിനാണ് നിനക്ക് പറ്റും? ആണോ അല്ലേ? എല്ലാം തരുന്ന ഭൂമിയുള്ളത് എവിടെയാ? നിന്റെ കാലിന്റെ താഴെ. അപ്പൊ നീ ഉള്ളത് എവിടെയാ? സർവ്വ സൗഭാഗ്യത്തിന്റെ മേലെ. അവിടെ പ്രശ്നം കസാലിട്ട് കിടന്നു പറഞ്ഞാൽ അതാ പ്രശ്നം. കൊളിച്ചു പോ. താഴത്താണ് സാധനം. വർക്ക് ചെയ്തു പോ. യു മോർ എക്സ്കവേറ്റ് യു ഗെറ്റ് ഡയമണ്ട്. സ്വർണ്ണം കൊളിച്ചു പോയ ഡയമണ്ടിന് കിട്ടും. ആണോ അല്ലേ? ഇത് പ്ലാൻ തന്നാ അങ്ങനെ ഇരിക്കും. കസാല ഇനി അടുത്ത പണി ഉണ്ടാവും. ആണോ അല്ലേ? സോ സീരിയസ്ലി അത് തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്തതല്ല, നിങ്ങളൊക്കെ ദൈവം കനിഞ്ഞേക്ക് തന്നിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു വണ്ടിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ. അത് നേടാൻ പറ്റുന്നത്. അത് നിങ്ങളെ ഇറങ്ങാനിരുന്നാൽ മതി. ബിസിനസിന്റെ തുടക്കത്തിൽ പല രസങ്ങളും ഉണ്ടാവും. എന്റെ തുടക്കത്തിൽ വന്നിരുന്ന പോലെ രസകരമായ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ആ കഥയെ പറ്റി. ഈ ഇൻഡസ്ട്രി തുടങ്ങിയ അന്ന് തന്നെ ആദ്യത്തെ ദിവസം ഞാൻ പ്ലാൻ കൊടുത്തതിൽ 4 ചെക്കന്മാരുണ്ടായിരുന്നു. എന്റെ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. എന്റെ സ്റ്റുഡൻസുകളൊക്കെ എന്റെ കൂടെ ഉണ്ട്. അതിൽ ഒരാൾ പറഞ്ഞു, അത് അടിപൊളി പ്രൊജക്റ്റാണ്. അവരിത് ത്രില്ലടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ എന്റെ ജോലി രാജിവെക്കാൻ പോവാണ്. 2,14,000 കിട്ടുന്ന ജോബ് ഓഫർ ഫ്ലെക്സ് നമുക്ക് തൂക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻഡസ്ട്രി ഇങ്ങനെയെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് തൂക്കാം. മാസം എന്തായാലും മാറ്റർ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ റഫീഖ് സാറെ പോലെയുള്ള ഷുഹൈബ് സാറെ പോലെയുള്ള എന്റെ ലീഡർമാർക്ക് അങ്ങനൊന്നും അങ്ങോട്ട് ഫ്ലെക്സ് ആക്കാൻ പറ്റില്ല. ആര് വരുന്നത് അങ്ങനെ? ലാസ്റ്റ് അവനോട് എനിക്കത് പറയാൻ പോയി. എന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് പറഞ്ഞു മാറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്ന്. ലാസ്റ്റ് ഒരാഴ്ച അറിയാം എന്റെ മാറ്റർ വേണ്ട, ചേമ്പും വേണ്ട, ഞാൻ ഗൾഫിൽ വന്നു പോയി. കാരണം എന്താ? ഞാൻ മാറ്റർ കൊടുത്തിട്ടില്ല. അന്ന് ഞാൻ ഭയങ്കര ടെൻഷനായി. എന്താ കാരണം? ഒരു നല്ല ലീഡർ എനിക്ക് മിസ്സായിരുന്നു. ഇത് അരവട്ടാന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. കുറച്ച് കഴിഞ്ഞല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. അതേമാതിരി അടുത്തൊരു ലീഡർ വന്നു. അന്ന് നമ്മുടെ ഗ്രേറ്റ് അൽതാഫ് സാർ, നമ്മുടെയൊക്കെ NTC ലീഡർ ഇതൊക്കെ നല്ലൊരു ഗൈഡ് കൊടുക്കാം സാർ. സീലിംഗ് കളിച്ച സമയമാണ്. ആ സീലിംഗ് കളിച്ച നേരത്തെ ഒരു ലീഡർ വന്നു കണ്ട് പറഞ്ഞു, നിങ്ങൾ ബിസിനസ്സിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ എന്റെ താഴെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. സീലിംഗ് അൽതാഫ് സാർ എത്ര കൊണ്ട് അടിച്ചത്? അൽതാഫ് സാർ ഞാൻ 9 മാസം കൊണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം, 7 മാസം കൊണ്ട് അടിച്ച കമ്പനി പൈസ തരുമോ? ഞാനിവിടെ തലയിൽ കൂടെ ലഡുവാണോ എന്താണ് ഇതിന്റെ ഒരു ഫുള്ളൊരു കേരളത്തെ ഒന്നാകണ്ട് പൊട്ടുക, വേറെ ഒന്നുമല്ല, ഒന്നാകെ പൊട്ടുക. കാരണം ചോദിച്ച ചോദ്യം ഇതാണ്, അൽതാഫ് സാറെ 7 മാസം കൊണ്ട് ഞാൻ സീലിംഗ് അടിക്കാൻ പോവാണ്, കമ്പനി തരുമെന്ന്. അൽതാഫ് സാർ അത് തെറ്റി, പുതിയ സാധനം വന്നിരുന്നത്. ലാസ്റ്റ് റഫീഖ് സാർ പറയുന്ന മീറ്റിംഗ് നടത്തുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെ മീറ്റിംഗ് അല്ല ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇവനെ ഇതിന്റെ 2 അങ്ങനെ ഇവൻ തുപ്പാൻ പോയാലും ഞാൻ വല്ല ബാക്കിൽ ഇസ്മായിൽ സാർ മീറ്റിംഗ് വന്നിരിക്കും. നോ 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 2 ഇവ എവിടേക്ക് പോയാലും പറയാൻ വിളിച്ചു. മനസ്സിലായോ? ഇവൻ ബാത്റൂം പോയപ്പോൾ ഞാൻ ഡോറിന്റെ മുമ്പിൽ വന്നത്. ഇവൻ മൂത്രയിച്ച് വന്നാലും കുഴപ്പമില്ല, എന്റെ 2 മൂത്രയിക്കുന്നത്. ലാസ്റ്റ് റഫീഖ് സാർക്കൊക്കെ മനസ്സിലായി ഇവൻ മീറ്റിംഗിന് വരുന്നൊന്നും ഇരിക്കൂല. റഫീഖ് സാർ പറഞ്ഞു ഒരു മൂലക സാറുണ്ട്, അവന്റെ ആ ജോയിനിങ്ങിന്റെ 5000 കിട്ടുമെന്ന് നോക്കി. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അവര് ഭൂമിന്റെ പൊക്കിൽ കണ്ടാൽ ഇവര് 10-15 കൊല്ലായിട്ട് ഇത് കലക്കി കുടിച്ച ആൾക്കാരല്ലേ. ആ പറഞ്ഞതിന്റെ കണക്കോ അത് പോയത് അതുവരെ ഉണ്ടായി. ഇങ്ങനെ കുറെ സാധനം വരും ഹാളില്. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഇത് കേട്ടിച്ചിരിക്കല്ല വേണ്ടത്. ഇതിൽ ഒരു ചിന്തിക്കാത്ത സാധനമുണ്ട്, ഒരു തരിയും ഒരു പൊരിയും ഉണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങളെ താഴെ ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ അപ്ലൈനെ കുറ്റം പറയും. എന്ത്? ഈ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. ഇങ്ങനെ കുറെ ആൾക്കാർ മനസ്സിലായോ? ഒന്ന് ഫോളോ അപ്പിന് വന്നാൽ മതി, എനിക്ക് ഉറപ്പായിട്ട് ക്ലോസിംഗ്, എന്ത് ക്ലോസിംഗ് ഇറ്റ് ക്ലോസ് ആയിട്ടുണ്ടാവും അവരെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. ആ ദുരന്തം ഇപ്പൊ വരാതിരുന്നാലേ ഈ ബിസിനസ്സിൽ ഉണ്ടാവുമെന്ന് പഠിച്ചോണ്ടാൽ, അതുകൊണ്ട് അത് വരാത്തത് മനസ്സിലാക്കിയാൽ യു ആർ ദ റിയൽ ലീഡർ. അവിടെയാണ് നിങ്ങളെ വരാനുള്ളവൻ വരേണ്ട സമയത്ത് വരേണ്ട രൂപത്തിൽ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു നോക്കണേ.
എനിക്കാണ് മനസ്സിലായില്ല, അത് പറഞ്ഞു. മനസ്സിലായോ? വരാനുള്ളവൻ വരേണ്ട സമയത്ത് വരേണ്ട രൂപത്തിൽ വരിക തന്നെ ചെയ്യും. ഒരു സംശയം നിങ്ങൾ കരുതണ്ട, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ഉള്ളവരെ വെച്ചിട്ട് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ അപ്ലൈനെ വിശ്വസിക്കും. ഇതാണ് ഈ ബിസിനസ്സിൽ എനിക്ക് ആത്യന്തമായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാ സിസ്റ്റവും ഇതിന്റെ ബാക്കിലാണ്. നിങ്ങളെ വളർത്തുന്ന അപ്ലൈനെ നിങ്ങൾ കണ്ടെത്തുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മൈ ലൈഫ് നിങ്ങൾക്ക് കിട്ടിയത് അത് നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹമായി ദൈവം കനിഞ്ഞെഴുതിയതാണ്. യെസ് ഓർ നോ? നമ്മൾ പണിയെടുത്തിട്ട് കിട്ടിയതല്ല മൈ ലൈഫ്. പക്ഷെ നമുക്ക് പണിയെടുത്ത് കിട്ടാൻ ഒരു സാധനം, അതേതാ? നമ്മുടെ ലീഡർ. അത് നമ്മൾ പണിയെടുത്ത് കിട്ടാതെ. ഞാൻ ആരെ വരി വചനത്തിൽ പോയാണ് ഇതിനെ എന്ത് കാണുക എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ പല ലീഡർമാരെ കൂടെ പോയിട്ട് വെറുതെ കൊട്ടപ്പാലം കറങ്ങേണ്ടി വരും, സമയം പോകും. ഇതിന് ആത്മാർത്ഥമായി നെഞ്ചേറ്റിയ ലീഡറുമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് വേണം. അയാളോട് നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് നടത്തണം. ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കാത്തു സൂക്ഷിക്കണം. നിർബന്ധമായിട്ട് ലീഡറുമായിട്ട് ടൈപ്പ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതർവൈസ് നമുക്ക് എന്തൊക്കെയോ സമയം നഷ്ടപ്പെടും. സോ സീരിയസ്ലി ഇൻഡസ്ട്രി പോയി 3 വർഷം നമ്മള് എന്താ പറയാ പാർട്ട് ടൈം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പല പ്രൊജക്റ്റിനും പാർട്ട് ടൈം വർക്ക് ചെയ്തു. എന്റെ പല സുഹൃത്തുക്കളെയും കൂട്ടുകാരെയൊക്കെ നമ്മൾ ബിസിനസ് പരിചയപ്പെടുത്തി. എന്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ വൈദ്യര്, തൈലക്കച്ചവടം, പല പേരുണ്ടായിരുന്നു. സന്തോഷത്തോടെ സ്വീകരിച്ചു. കാര്യം എന്താ? ഞാൻ ഈ മേഖല പഠിച്ച ആളാണ്, പരിഹസം പഠിക്കുന്നവനാണ് ശരിക്കും ലോകത്ത് വിജയിച്ചത്. സോർണോ? ഈ ബിസിനസിന്റെ സ്വഭാവമുണ്ട്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഞാനേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അറിയാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബിസിനസ്സിൽ ആദ്യം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ES നിങ്ങൾ എന്തിലേക്ക് മാറുകയാണ്? BIയിലേക്ക്. പക്ഷെ നമ്മുടെ സ്വഭാവം പഴയ ആ പൂവർ മെന്റാലിറ്റി തന്നെയാണ്. ദാരിദ്ര്യം പിടിച്ച മനസ്സിലൊരിക്കലും BI വർക്ക് ചെയ്യില്ല. BIയിലേക്ക് നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാം ഒരു മാനസിക ചിന്താഗതിയാണ്, അല്ലേ? ആ ചിന്താഗതി കടന്നു വരുന്ന കഴിവിന് പ്രസക്തിയില്ല. ഉണ്ടോ? നിങ്ങൾ ശരിക്കും കാട്ടിലെ ഏറ്റവും നല്ല തടിമെടുക്കലും ആരോഗ്യമുള്ള ജീവി ഏതാ? ആനയാണ്. ഏറ്റവും നീളമുള്ള ജീവി ഏതാ? ജിറാഫ്. ഏറ്റവും വേഗതയേറിയ ജീവി ഏതാ? പുലിയാണ്. ഏറ്റവും ക്ലവർ, മോസ്റ്റ് പവർഫുൾ സൂത്രശാലി ആരാ? കുറുക്കൻ. പക്ഷേ കാട്ടിലെ രാജാവ് ആരാ? സിംഹം. വൈ? ഈ ചോദ്യം ഞാൻ ചോദിച്ചതല്ല. സിംഹത്തോട് ഒരു നാൾ ചോദിച്ചു, അല്ല കുട്ടിയെ, ഏറ്റവും വേഗതയുള്ള സാധനം ഓനാണ്, ഏറ്റവും നീളമുള്ളത് മിസ്റ്റർ അതുപോലെ മൈറൂഫ് അല്ല ജിറാഫ്, ആ സാധനമാണ്. ഏറ്റവും നല്ല തടിയുള്ള സാധനം മിസ്റ്റർ ആനയാണ്. ഏറ്റവും ബുദ്ധിശാലി എന്ന് പറഞ്ഞത് അതാണ്. ഈ സാധനം ഒന്നും അന്യനില്ല. നീ എങ്ങനെ രാജാവായിരുന്നു? മൂപ്പര് പറഞ്ഞത് എന്താണ്? ഞാൻ രാജാവാന്ന് എനിക്കെന്നെ തോന്നി, അപ്പൊ ഞാൻ രാജാവ്. ഇതേപോലെ നിങ്ങൾക്ക് കണ്ണാടി നോക്കിയിട്ട് നിങ്ങളോട് സ്വയം ഒരു മതിപ്പ് തോന്നാം. യെസ്, I am going to the first millionaire in my family. എന്റെ കുടുംബത്തിൽ ആദ്യത്തെ കോടീശ്വരൻ ഞാനാണ് എന്ന് തോന്നുന്നവർ നിങ്ങൾക്ക് സ്വയം തോന്നണം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററി മേക്കർ. നിങ്ങളിൽ നിന്നൊരു കുടുംബം ജന്മം കൊള്ളുന്നു എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. അല്ലാതെ ഈ വിശ്വാസത്തിന്റെ സോഫ്റ്റ്വെയർ കേട്ടാൽ നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ആ ആപ്പ് വർക്ക് ചെയ്യില്ല. മൈ ലൈഫിന്റെ ആപ്പ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രെയിനിൽ ഒരു ആപ്പ് കയറ്റാണ്ടേ. ആ ആപ്പ് ഏതാണ്? മില്ലേനിയർഷിപ്പിന്റെ ആപ്പാണ്. ESBIയുടെ മൈൻഡ് സെറ്റാ. അത് കേട്ടാതൊന്നും നടക്കൂല. അതുപോലെ തന്നെ പൊട്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരുടെ കൂടെ വാദിച്ച് സമയം കളയരുത് നിങ്ങൾ. കാര്യം എന്താ? നമ്മുടെ സമയം പോയി കിട്ടും. പണ്ട് കാട്ടിൽ തല്ലുണ്ടായത് എല്ലാവരും പറയാറ്, അല്ലേ? ഭയങ്കര ഫൈറ്റ് ഉണ്ടായത്. ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, പുലി പറഞ്ഞു പുല്ല് പച്ചയാണ്. ആ സമയത്ത് വന്നിട്ട് നായ പറഞ്ഞു എന്ത്? പുലി അല്ല, നമ്മുടെ പുല്ല് എന്താണ്? നീലയാണ്. അടിയോടടി. ലാസ്റ്റ് 2 ടീമായി മാറി. ടീമായിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞതല്ലേ ശരി, ഇവൻ പറഞ്ഞത്, മറ്റോ പറഞ്ഞത്. അത് ദൂരത്ത് നോക്കുമ്പോൾ പച്ചയൊന്നും അടുത്ത് ചെല്ലുന്ന സമയത്ത് നീലാണ്. ലാസ്റ്റ് പ്രശ്നം രാജാവിന്റെ മുമ്പിലെത്തി. സിംഹരാജൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നു. അങ്ങനെ ലാസ്റ്റ് അതിനെന്ത് ചെയ്തു? ആ തീരുമാനത്തില് കേസ് വിധിയായി വന്ന സമയത്ത് അവിടെ കഴുത പറഞ്ഞതാണ്, നായല്ല കഴുത പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു. കഴുതയെ വെറുതെ വിട്ടു, പുലിയെ ജയിലിലിട്ടു. ആ സമയത്ത് എല്ലാവരും പോയതിനു ശേഷം പുലി സിംഹത്തിനോട് ചോദിച്ചു, അല്ല സിംഹരാജൻ എന്തൊക്കെ മട്ടായോ? ശരിക്കും നമ്മളെ പുല്ല് പച്ചരയല്ലേ? അപ്പൊ സിംഹം പറഞ്ഞു, ആണ്. എങ്ങനെ എന്നെ ജയിലിലിട്ടാണ്ട് കഴുതനങ്ങൾ വെറുതെ വിട്ട്? അത് പുല്ലിന്റെ പച്ച നീര് നോക്കിയിട്ടല്ല, ആ കഴുതനോടൊക്കെ ചെല്ലാതെ വർക്കണം.